നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൂപ്പർ കീവേഡാണ്. ഇപ്പം നമ്മൾ കൺസ്ട്രക്ടറിൽ നമ്മൾ യൂസ് ചെയ്തില്ലായിരുന്നു ദിസ് കീവേഡ്, അതുപോലെ തന്നെ നമ്മൾ ഇൻഹെറിറ്റൻസിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് സൂപ്പർ കീവേഡ് എന്ന് പറയുന്നത്. സൂപ്പർ കീവേഡ് എന്ന് പറയുന്നത് നമുക്ക് സബ് ക്ലാസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു സൂപ്പർ ക്ലാസ്സിൻ്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും സബ് ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഐയും ജെയും ഒക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാതെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് സൂപ്പർ ക്ലാസ്സിനെ ആക്സസ് ചെയ്തത് സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ കാര്യത്തിനും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യണത്, ഇവിടെ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ കീവേഡ് ഇവിടെ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വണ്ണ് സൂപ്പർ കീവേഡ് എന്ന് പറയുന്നത് ഒരു മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർ കീവേഡ് നമ്മൾ കൺസ്ട്രക്ടർ ആയിട്ട് ആക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സൂപ്പർ കീവേഡിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. സൂപ്പർ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ ആ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുക, അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ സൂപ്പർ കീവേഡിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. ആദ്യം ഞാനൊരു ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്രൈവറ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ വിസിബിലിറ്റി കൺട്രോളാണ്. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ആ ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഡിഫോൾട്ട് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആക്സസ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ വിസിബിലിറ്റി കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇത് പ്രൈവറ്റ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആസ് യൂഷ്വൽ അതിപ്പോൾ കൊടുത്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി എനിക്ക് ചെയ്യേണ്ടത് ബോക്സ് എന്ന്, അതായത് സൂപ്പർ കീവേഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ടറാണ്. അപ്പോൾ എനിക്ക് അവിടെ കൺസ്ട്രക്ടർ ക്ലാസ് ഫോം ചെയ്യണം. അപ്പോൾ ബോക്സ് എന്ന് പറയുന്നതാണ് എൻ്റെ എന്തെന്ന് പാരന്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ എന്ത് ചെയ്തു, ഒരു കൺസ്ട്രക്ടഡ് ക്ലാസ് ഫോം ചെയ്തു. അപ്പോൾ കൺസ്ട്രക്ടഡ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്കറിയാം എൻ്റെ ക്ലാസ്സിൻ്റെ പേരെന്താണോ അത് തന്നെയാണ് എൻ്റെ കൺസ്ട്രക്ടഡ് ക്ലാസ്. അതിൻ്റെ അകത്ത് ഞാനിവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. വിഡ്ത്തിനും ഹൈറ്റിനും ഡെപ്തിനും ഞാൻ പാരാമീറ്റർ പാസ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എൻ്റെ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ വോളിയം ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് എൻ്റെ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത്, അതായത് എൻ്റെ ബി എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് സബ് ക്ലാസ് എന്ന് പറയുന്നത് ബോക്സ് വെയിറ്റ് ആണ്. ദാറ്റ് എക്സ്റ്റെൻസ് എൻ്റെ സൂപ്പർ ക്ലാസ് ആയ ബോക്സിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ബോക്സ് വെയിറ്റിലേക്ക് വരണമെന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ഇനി എൻ്റെ ബോക്സ് വെയിറ്റിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് വെയിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കെ കൊടുത്ത പോലെ തന്നെ ഇവിടെ വെയിറ്റ് മാത്രമാണ് ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബോക്സ് വെയിറ്റിൻ്റെയും ഒരു കൺസ്ട്രക്ടഡ് ക്ലാസ് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് വെയിറ്റിൻ്റെ കൺസ്ട്രക്ടഡ് ക്ലാസ്. അതിൻ്റെ അകത്ത് നമുക്കറിയാം എൻ്റെ ബോക്സിലുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ വേരിയബിൾസുകളും എവിടത്തേക്ക് വരുന്നുണ്ട്, എൻ്റെ ബോക്സ് വെയിറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് എന്ത് വരും, ഡബിൾ ഡബ്ല്യു കൊടുക്കുക വിഡ്ത്തിന്, ഹൈറ്റ് അതുപോലെ തന്നെ ഡെപ്ത്. പിന്നെ ഞാനിവിടെ വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെയിറ്റിന് ഞാൻ എം എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, അപ്പോൾ ഇനി നമ്മളിവിടെ പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് വിഡ്ത്ത് ഈക്വൽ ടു ഡബ്ല്യു, ഹൈറ്റ് ഈക്വൽ ടു എച്ച്, ഡെപ്ത് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ റിപ്പീറ്റഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്താൽ മതി, എൻ്റെ സൂപ്പർ ക്ലാസ് ഉപയോഗിച്ച് എനിക്ക് കോൾ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കൊടുക്കുക, സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുക. സൂപ്പർ ക്ലാസ്സിലുള്ള മെത്തേഡിനെയാണ് എനിക്ക് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിലുള്ളതിനെ കോൾ ചെയ്യാൻ വേണ്ടി സൂപ്പർ കീവേഡ്, അതിൻ്റെ അകത്ത് ഏതിൻ്റെയൊക്കെ കോൾ ചെയ്യേണ്ടത്, ഡബ്ല്യു എച്ച് ഡി ആണ് എനിക്ക് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡബ്ല്യു എച്ച് ഡി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഇനി എന്തിൻ്റെ പാരാമീറ്റർ മാത്രം ഇതാക്കിയാൽ മതി, മെൻഷൻ ചെയ്താൽ മതി, വെയിറ്റ് മാത്രം അല്ലേ, വെയിറ്റ് മാത്രമേ ഉള്ളൂ ബോക്സ് വെയിറ്റിലുള്ളൂ. അപ്പോൾ വെയിറ്റിൻ്റെ എം ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എന്തെന്ന് എൻ്റെ സബ് ക്ലാസ് എന്ന് പറയുക. അപ്പോൾ സബ് ക്ലാസ്സും കഴിഞ്ഞു, സൂപ്പർ ക്ലാസ്സും കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, മെയിൻ ക്ലാസ് കൊടുക്കുക. എൻ്റെ മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് ഡെമോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്ലാസ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക. ഇനി നമ്മളിവിടെ എനിക്കിപ്പോൾ ഇവിടെ സൂപ്പർ ക്ലാസ്സിൻ്റെ അകത്ത് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മെത്തേഡ്സിൻ്റെ അകത്ത് എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്, എൻ്റെ സബ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനി എന്ത് മാത്രം ചെയ്താൽ മതി, ഒബ്ജക്റ്റ് ക്രിയേഷൻ, സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം സബ് ക്ലാസ്സിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട്, 1 2 3 4 വാല്യൂസാണ് ഉള്ളത്. അപ്പോൾ 4 വാല്യൂസ് ഞാനിവിടെ കൊടുക്കുക, വോളിയം കൊടുക്കുക. അപ്പോൾ
എൻ്റെ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ബോക്സ് 1 ആണ്. അപ്പോൾ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം എന്ന് പറഞ്ഞ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റിട്ടേൺ ടൈപ്പ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടത്തേക്ക് നമുക്ക് വരുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വോളിയം നമുക്ക് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യിപ്പിച്ചെടുക്കും. ഇപ്പോൾ എനിക്കിപ്പം സബ് ക്ലാസ്സിൻ്റെ വെയിറ്റും കൂടി പ്രിൻ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ് ക്ലാസ്സിൻ്റെ വെയിറ്റും കൂടി എനിക്ക് എന്ത് ചെയ്യുക, ഇവിടെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വോളിയവും വെയിറ്റും എന്ത് ചെയ്യും, ഇവിടെ പ്രിൻറ്റിംഗ് ആയിട്ട് വരും. ഇതാണ് എന്തെന്ന് സൂപ്പർ കീവേഡ് യൂസിങ് ഓൺ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ കീവേഡ് രണ്ടാമത് ആക്ട് ചെയ്യുന്നത് ഒരു മെമ്പർ ഫംഗ്ഷൻ ആയിട്ടാണ്. അതായത് മെമ്പർ ഫംഗ്ഷൻ മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദിസ് കീവേഡ് കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് സൂപ്പർ ഡോട്ട് മെമ്പർ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് എ എന്നും ബി എന്നും പറഞ്ഞ 2 ക്ലാസ് ഉണ്ട്. എ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ ബി എന്ന് പറയുന്ന ക്ലാസ് ഫോം ചെയ്തു. അപ്പോൾ എനിക്കറിയാം എൻ്റെ പാരൻറ്റ് ക്ലാസ് എ ആണ്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, ഇൻഹെറിറ്റഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ, ഞാനിവിടെ ബി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തും ഞാനിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് എയിലുള്ള ക്ലാസ്സിലുള്ള വേരിയബിളാണോ ബിയിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കാരണം 2 വേരിയബിൾസും കൊടുത്തിരിക്കുന്നത് ഞാൻ ഐ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ബി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ ക്ലാസ് ഫോം ചെയ്തു. അപ്പോൾ ക്ലാസ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ 2 വേരിയബിൾസാണ് ഉള്ളത്. എയിലുള്ള വേരിയബിൾസും ഉണ്ട്, ബിയിലുള്ള വേരിയബിൾസും ഉണ്ട്. അപ്പോൾ എയിലുള്ള വേരിയബിൾസിനെ എ എന്ന് പറഞ്ഞ് കൊടുത്തു, ബിയിലുള്ള വേരിയബിൾസിനെ ഞാൻ ബി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം, എനിക്ക് സൂപ്പർ കീവേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് എ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇതിനെ എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സൂപ്പർ ഡോട്ട് ഇവിടുത്തെ മെമ്പർ എന്താ, വേരിയബിൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ദാറ്റ് മീൻസ് ആ മെമ്പറിനെ മാത്രം എനിക്ക് ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ സൂപ്പർ ഡോട്ട് ഐ ഈക്വൽ ടു ഞാൻ എന്ത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു, എയിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ സബ് ക്ലാസ്സിലുള്ള വേരിയബിൾ എന്താ, വെറും ഐ ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ ഷോ ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് സൂപ്പർ ക്ലാസ്സിലുള്ള ഐനെ ഞാൻ ഷോ ചെയ്യിപ്പിച്ചു, സബ് ക്ലാസ്സിലുള്ള ഐനെ ഞാൻ ഷോ ചെയ്യിപ്പിച്ചു. ഇനി മെയിൻ ക്ലാസ് എഴുതുക, മെയിൻ ഫംഗ്ഷൻ എഴുതുക. ആഫ്റ്റർ ദാറ്റ് എന്താ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, ബിയിലുള്ള ഒബ്ജക്റ്റ് മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. കാരണം എയിൽ ആകെ ഉള്ളതൊരു മെമ്പർ മാത്രമാണ്. അത് എവിടത്തേക്ക് കോൾ ആയിട്ടുണ്ട്, ബിയിലേക്ക് കോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിയുടെ മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ബീനെ എന്ത് ചെയ്യാം, നമുക്ക് ആ മെത്തേഡ് നമുക്ക് ഷോ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് സൂപ്പർ ക്ലാസ് ഐയിലുള്ള ഐയുടെ വാല്യൂ സൂപ്പർ ക്ലാസ്സിൻ്റെ 1 എന്നും അതുപോലെ തന്നെ ഐയുടെ വാല്യൂ സബ് ക്ലാസ്സിൻ്റെ വാല്യൂവിനെ 2 എന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹിഡൻ കപ്പാസിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ സൂപ്പർ ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിളാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാരൻറ്റ്, അതിന് ചുറ്റും ഒരു ചൈൽഡ്, പിന്നെ അതൊരു പാരൻ്റ് ആകും, പിന്നെ അതൊരു എന്താകും, ചൈൽഡ് ആകും. ഇതാണ് എന്തെന്ന് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് എ എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് ബോക്സ് ആണ്. അതിൻ്റെ അകത്ത് വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തും ഞാൻ കൊടുത്തു. അതിൻ്റെ കൺസ്ട്രക്ടർ ക്ലാസ് ഫോം ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഒരു മെത്തേഡ് വോളിയം ഞാൻ അവിടെ എ എന്ന് പറയുന്ന എൻ്റെ സൂപ്പർ ക്ലാസ്സിൽ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാനിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഇനി അത് കഴിഞ്ഞ് ഞാൻ ബോക്സ് വെയിറ്റ് എന്ന് പറയുന്ന അടുത്ത ക്ലാസ് ഞാൻ എടുത്തു. അതെൻ്റെ സബ് ക്ലാസ്. അപ്പോൾ എൻ്റെ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് എന്താ, ബോക്സ് ആണ്. ദാറ്റ് അതിനെ ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എൻ്റെ ബോക്സ് വെയിറ്റിൻ്റെ അകത്ത് ഞാൻ വെയിറ്റ് മാത്രം കൊടുത്തിരിക്കുന്നത്. ബോക്സ് വെയിറ്റിൻ്റെ കൺസ്ട്രക്ടർ കൊടുത്തു. സൂപ്പർ കീവേഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ പാരൻറ്റ് ക്ലാസ്സിലുള്ള എല്ലാ സാധനത്തിനെയും ഞാൻ സബ് ക്ലാസ്സിലേക്ക് വിളിച്ചു. ഇനി എൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ സൂപ്പർ സബ് ക്ലാസ്സിൻ്റെ അകത്തുള്ള വെയിറ്റിന് മാത്രം ഞാൻ എന്ത് ചെയ്തു, വേരിയബിൾസ് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അടുത്തതിന് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്യണേണ്. അപ്പോൾ അടുത്തത് ഞാൻ എന്ത് ചെയ്തു, ഒരു സൂപ്പർ ലെങ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അടുത്ത ഒരു കൺസ്ട്രക്ടർ ക്ലാസ്സും കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺസ്ട്രക്ടർ ക്ലാസ്സിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ സി എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് എൻ്റെ ഷിപ്മെൻ്റ് ആണ്. അപ്പോൾ ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ, ബോക്സ് വെയിറ്റിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ബിയിൽ നിന്നാണ് സി വന്നിരിക്കുന്നത്. അപ്പം ബി ആണ് ഇവിടുത്തെ എന്തെന്ന്, പാരൻറ്റ് ക്ലാസ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ബോക്സ് വെയിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഷിപ്മെൻറ്റ് എക്സ്റ്റെൻസ് ബോക്സ് വെയിറ്റ് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഷിപ്മെൻറ്റിൻ്റെ അകത്ത് ആകെ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം മാത്രമാണ്. ആഫ്റ്റർ ദാറ്റ് ഷിപ്മെൻറ്റിൻ്റെ ഒരു കൺസ്ട്രക്ടർ ക്ലാസ് കൊടുക്കുക. എൻ്റെ സൂപ്പർ ക്ലാസ്സിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാകും, എൻ്റെ ബോക്സിലുള്ളതും ഉണ്ടാകും, ബോക്സ് വെയിറ്റിലുള്ളതും ഉണ്ടാകും, അത് ഷിപ്മെൻറ്റിലുള്ളതുണ്ടാകും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ കീവേഡ് ഉപയോഗിച്ച് കോൾ ചെയ്യുക. ഷിപ്മെൻറ്റിലുള്ളത് മാത്രം ഞാൻ എന്ത് ചെയ്യും, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കും.
ഇനി മെയിൻ ഫംഗ്ഷൻ കൊടുക്കുക, മെയിൻ ക്ലാസ് കൊടുക്കുക, മെയിൻ ഫംഗ്ഷൻ കൊടുക്കുക. ഇപ്പം കിടക്കുന്ന ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇപ്പോൾ ഏത് ക്ലാസ്സിൻ്റെ ക്രിയേറ്റ് ചെയ്താൽ മതി? ഷിപ്മെൻറ്റിൻ്റെ. കാരണം എന്താ, എൻ്റെ ബോക്സിലുള്ളതിൻ്റെയും ബോക്സ് വെയിറ്റിലുള്ളതിൻ്റെയും ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്, ഇപ്പം ഷിപ്മെൻറ്റിലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിപ്മെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഷിപ്മെൻറ്റിൽ ഇപ്പോൾ ഉള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് 1, 2, 3, 4 വേരിയബിൾസ് ആണ്. അപ്പോൾ ആ 4 വേരിയബിൾസിനും വാല്യൂസ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് അവിടെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും.